100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവാദമായ ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാത്തതിന് ഉത്തരവാദികൾ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥരാണെന്ന് ഭരണസമിതി നേതാക്കൾ ആരോപിച്ചു. സർക്കാർ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കൾ പഞ്ചായത്തിലെത്തി ബഹളം വെച്ചിരുന്നു. ഇതിനുള്ള വിശദീകരണമായിട്ടാണ് ഭരണസമിതി നേതാക്കൾ വാർത്താസമ്മേളനം വിളിച്ച് ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി നേതാക്കൾ പറഞ്ഞു. നിലവിൽ 30 ആളുകളെ തൽക്കാലം ഉദ്യോഗസ്ഥർ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ അവർ തൽക്കാലം മാറ്റി നിർത്തി. ഈ മാറ്റി നിർത്തിയ ആളുകളെ വീണ്ടും ഒരു പുനഃപരിശോധന നടത്തിയതിനു ശേഷം ആ 30 ആളിൽ നിന്നും നിലവിൽ പല ആളുകളും വീട് വെച്ച് പോയിട്ടുണ്ട്. അതിൽ കുറച്ചിട്ട് 25ഓളം ആളുകൾക്ക് വീട് നൽകാൻ എഗ്രിമെൻ്റ് വെക്കാനുള്ള പഞ്ചായത്ത് നടത്തി. അതിനു വേണ്ടുന്ന എല്ലാ കാര്യം ചെയ്ത് പഞ്ചായത്ത് അവരെ കൊണ്ട് എഗ്രിമെൻ്റ് വെപ്പിച്ചു. ആ എഗ്രിമെൻ്റ് നിയമപരമാണ്. അത് നിയമപരമല്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനോട് നിയമപരമായിട്ട് തന്നെ മറുപടി തരാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം രേഖാമൂലം അതിന് മറുപടി തരണം. ലൈഫ് 2020 ലിസ്റ്റിൽ അപ്പീൽ മുഖേന ഉൾപ്പെട്ട 30ഓളം ഗുണഭോക്താക്കളെയാണ് അധികൃതർ കുറെ കാലമായി വട്ടം കറക്കുന്നത്. എന്നാൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഈ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽപ്പെടുത്തിയതും കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ചതും ഭരണസമിതി പ്രത്യേകം പരിഗണന നൽകിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രത്യേക യോഗം തന്നെ ചേർന്നതായി നേതാക്കൾ പറഞ്ഞു. ലിസ്റ്റിൽപ്പെട്ട ചിലർ പുതിയ വീട് നിർമ്മിച്ചിരുന്നു. ഇവരെ മാറ്റി നിർത്തി ബാക്കിയുള്ള ആളുകളെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ചത് ഭരണസമിതിയാണ്. ഗുണഭോക്താക്കളിൽ നിന്ന് വിഇഒ രേഖകൾ മുഴുവൻ വാങ്ങിവെക്കുകയും ചെയ്തു. എന്നാൽ യഥാസമയം ഫയലുകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചതായി ഭരണസമിതി പറഞ്ഞു. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ഭരണസമിതിയെയും ലൈഫ് പദ്ധതിയെയും അവഹേളിക്കുകയും നിയമവിരുദ്ധ പ്രസ്താവന വാർത്താമാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്ത വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോട് വിശദീകരണം ചോദിക്കുമെന്നും ഭരണസമിതി നേതാക്കൾ പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭരണസമിതി തയ്യാറാവില്ലെന്നും അർഹിക്കുന്ന മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു. പ്രത്യേകം അനുമതി ലഭിച്ച നിലവിലെ ലൈഫ് ഭവന ലിസ്റ്റിനെതിരെ വിജിലൻസിൽ പരാതി നൽകി വിഷയം സങ്കീർണമാക്കിയത് പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടിക്കാരായിരുന്നുവെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ അടുത്ത ഭരണസമിതി യോഗത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. പരിശോധന നടത്തിയതിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഈ എഗ്രിമെന്റ് ഒപ്പിച്ചുള്ളത്. അവർ അർഹരാണ്. അർഹതയില്ല എന്നതിന്റെ ഒരു 30ൽ നിന്ന് വന്ന് ഒരു 7-8 ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അർഹരല്ല എന്ന് പറയാൻ വെച്ചാൽ അവർ വേറെ വീട് വെച്ചു എന്ന കാരണം കൊണ്ട് അത് ഒഴിവാക്കി. ബാക്കിയുള്ള ആളുകളെ എഗ്രിമെന്റ് ഒപ്പിച്ചു. ആ എഗ്രിമെന്റ് ഒപ്പിച്ചതിന്റെ എഗ്രിമെന്റ് വെപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരിൽപ്പെട്ട ഒരാൾക്ക് ഫണ്ട് കൈമാറിയത്. 50,000 രൂപ കൈമാറിയത് SC വിഭാഗത്തിൽപ്പെട്ട ആൾക്ക്. അത് കൈമാറിയതിനു ശേഷവും ഇവര് ഈ നിലവിലുള്ള ഇംപ്ലിമെന്റ് ഓഫീസറായ വിഇഒ ഇതിൽ നിന്നും വ്യതിചലിച്ച് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സിറാജുദ്ദീൻ, വൈസ് പ്രസിഡന്റ് പി ശ്രീകല ജനാർദ്ദനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നീലാംബ്ര സിറാജുദ്ദീൻ, വൈദ്യ റഷീദ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.